റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷത്തിന് ഒരു അയവുമില്ല. എങ്കിലും ഇന്ത്യ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനൊരു പരിഹരിക്കാൻ വേണ്ടിയിട്ട് മധ്യസ്ഥ ശ്രമം നടത്തിയതിന് വ്ളാഡിമിർ സെലൻസ്കി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞിരിക്കുന്നു. UN നടന്നിരുന്ന ഒരു ജനറൽ മീറ്റിങ്ങിനിടയിലാണ് ഇദ്ദേഹം ഇങ്ങനെ നന്ദി പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും റഷ്യ ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക? അത് സെലൻസ്കിയുടെ ഒരു നിസ്സഹായാവസ്ഥയാണ്. ഉക്രൈനിൽ നരേന്ദ്രമോദി പോയപ്പോൾ സെലൻസ്കി വലിയ ആൾ കളിച്ചു. അവനൊറ്റ ഒരുത്തൻ, ആ പുടിൻ, അവനാണ് ഈ യുദ്ധത്തിന് കാരണം. അവനെ നിലയ്ക്ക് നിർത്തുക. നിങ്ങൾ വലിയ കൂട്ടുകാരനല്ലേ, വലിയ സ്വാധീനമുണ്ടല്ലോ, അവനെ പറഞ്ഞ് നിലയ്ക്ക് നിർത്തുക. ഇത് പബ്ലിക്കായിട്ട് സെലൻസ്കി മോദിയോട് ആവശ്യപ്പെട്ടു. അതൊരു ഇൻറ്റിമിഡേറ്റിംഗ് ടൈപ്പ് വർത്തമാനമായി പോയി. തൻ്റെ ആണല്ലേടോ, തനിക്കൊന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ള ഒരു ചോദ്യം. മോദി അതിന് പ്രതികരിക്കാനൊന്നും പോയില്ല. നിങ്ങൾ ഏത് പക്ഷത്താണെന്ന് ചോദിച്ചു. മോദി പറഞ്ഞു, ഞങ്ങൾക്കൊരു പക്ഷമുണ്ട്, സമാധാനത്തിൻ്റെ പക്ഷമാണ്. ഇന്ത്യ എന്നും തുടക്കം മുതൽ ഇന്ത്യ ഏത് ഡിസ്പ്യൂട്ടിലും സമാധാനത്തിൻ്റെ പക്ഷത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ സമാധാനത്തിൻ്റെ പക്ഷം എന്ന് വെച്ചാൽ ഏത് പക്ഷം, അതെ. പക്ഷേ അത് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യണമല്ലോ, അതിന് പറ്റിയൊരു വാക്കാണ് ഈ സമാധാനപക്ഷം എന്ന്. അതൊക്കെ പറഞ്ഞിട്ട് മോദി തിരിച്ചു വന്നു. ലോക പൊളിറ്റിക്സ് പിന്നെയും മാറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം ഇസ്രായേലിൻ്റെയാണ്. ഉക്രൈനല്ല. തീർച്ചയായിട്ടും ഇസ്രായേൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. യുദ്ധം എന്നുള്ള രീതിയിൽ ഇസ്രായേൽ ലെബനനെ പച്ചയ്ക്കങ്ങ് ആക്രമിക്കുന്നു. ഹിസ്ബുള്ളയുടെ ആൾക്കാരെ കൊന്നു തള്ളുന്നു. ഇപ്പോൾ 25 പട്ടാളക്കാരെ ഇസ്രായേലിൽ മരിച്ചിട്ടുള്ളൂ. 500 പേരെയാണ് അവർ ലെബനനിൽ കൊന്നത്. 500 പേരെ. അതും പറഞ്ഞുകൊണ്ട് 80 ലക്ഷം ലഘുലേഖ അടിച്ച് വിതരണം ചെയ്തു ലെബനനിൽ. നിങ്ങൾ നിഷ്കളങ്കരാണ്, നിങ്ങൾ മാറണം, ഇവിടെ ഹിസ്ബുള്ളയുടെ കൂടാരങ്ങളുണ്ട്, ഞങ്ങൾ തകർക്കാൻ പോവുകയാണ്, ദാറ്റ് വിൽ ഹാപ്പൻ വിത്തിൻ 48 hours, മാറാനുള്ളത് മാറിക്കോ എന്ന് പറഞ്ഞിട്ട് ആക്രമിച്ച് തകർത്ത് കളഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് ലോകം ഇസ്രായേലിനെ നോക്കുന്നു. ആ കോൺഫ്ലിക്റ്റ് ഏരിയ എന്ന് പറയുന്നത് അതാണ്. ആക്രമിക്കാൻ പുറത്തുനിന്ന് വരേണ്ടിയും വന്നില്ല. അവരുടെ കയ്യിൽ തന്നെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. അത് മാത്രമല്ല, ഇപ്പോൾ പുതിയ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഖത്തർ നേരത്തെ മുതൽ ഹമാസിൻ്റെ കൂടെയാണ്, ഹമാസ് ഹിസ്ബുള്ളയുടെ കൂടെയാണ്. ഒമാൻ അതിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നു. ഒമാൻ പറഞ്ഞു, ഞങ്ങൾ ഹമാസിനാണ് സപ്പോർട്ട്, പക്ഷേ ഞങ്ങൾ അതിൽ ഇടപെടാനൊന്നും പോകുന്നില്ല, ബട്ട് വി സപ്പോർട്ട് ഹമാസ്, ആ കോസിന് ഞങ്ങൾ സപ്പോർട്ടാണ്. സൗദി അറേബ്യ, UAE ഒന്നും മിണ്ടിയിട്ടില്ല, അവർ മിണ്ടാനും പോകുന്നില്ല. സൗദി അറേബ്യയുടെ MBS എന്ന് വിളിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം ഒരു രീതിയിലും ഈ ഡിസ്പ്യൂട്ടിൽ തലവയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഹൂത്തികൾ വല്ലാതെ ചൊറിഞ്ഞു കഴിയുമ്പോൾ അവർക്കിട്ട് 2 അടി കൊടുക്കും എന്നുള്ളതല്ലാതെ പുള്ളി വേറെ ഒന്നും ചെയ്യാറില്ല. ഇറാൻ പ്രഖ്യാപിത ശത്രുവാണ് ഇസ്രായേലിൻ്റെ. തുർക്കി നേരിട്ട് ഇടപെടുന്നൊന്നുമില്ലെങ്കിലും മനസ്സുകൊണ്ട് ലെബനൻ, ഹിസ്ബുള്ള ഇവരുടെയൊക്കെ കൂടെയാണ്. ജോർഡാൻ ഒന്നും വേണ്ടിയിട്ടില്ല. സിറിയ നേരത്തെ മുതൽ ഇവരോട് സോഫ്റ്റ് കോർണർ ഉള്ളവരാണ്. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ പരമശക്തന്മാരായ UAEയും സൗദി അറേബ്യയും ഒഴിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ഏകദേശം ഹിസ്ബുള്ള, ഹമാസിന് അനുകൂലമോ അല്ലെങ്കിൽ ഇസ്രായേലിന് എതിരോ ആണ്. ഇത് യൂറോപ്പിലുണ്ടാക്കുന്ന ചിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസ് ഇസ്രായേലിന് അനുകൂലമാകും, ജർമ്മനി ഇസ്രായേലിന് അനുകൂലമാകും, ഇറ്റലി ഇസ്രായേലിന് അനുകൂലമാണ്, ഇംഗ്ലണ്ട് വരെ ഇസ്രായേലിനെ സഹായിക്കും, അമേരിക്ക പിന്നെ പറയുകയും വേണ്ട. തീർച്ചയായിട്ടും. അപ്പോൾ ലോകം മൊത്തം 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതിൽ റഷ്യയും ഉക്രൈനും ഒരു വിഷയമാകുന്നില്ല. ആ സമയത്താണ് സർവ്വസംഹാരകമായ മിസൈൽ റഷ്യ ഉക്രൈനിലേക്ക് പ്രയോഗിക്കുന്നത്. അടികൊണ്ട് വിഷമിച്ചു ഉക്രൈൻ. ഉക്രൈന് പ്രിയോറിറ്റി ഇല്ല, അതുകൊണ്ട് അമേരിക്കയോ ആരെങ്കിലും സഹായിക്കാൻ ഓടിയെത്തുന്നില്ല. ഒരു മാൻഡേറ്ററി സഹായം നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ, ഒരു വഴിപാട് നിർവഹിക്കുന്നു എന്നുള്ളതല്ലാതെ, അത്രയ്ക്കായോ എന്നാൽ നിനക്ക് ഞാൻ ഇതിന് തരാം എന്ന് പറഞ്ഞ ആവേശത്തോടെ കൂടെ നിൽക്കാൻ ആളില്ല, കൈയടിക്കാനോ കരയാനോ നാട്ടുകാരുമില്ല, അവൻ്റെ പ്രശ്നം നോക്കാൻ ആരുമില്ല. അത് ഉക്രൈൻ യുദ്ധമാണ്, അതവിടെ നിൽക്കട്ടെ, ഇസ്രായേൽ നോക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും മാറുന്നു. സെലൻസ്കി നിരായുധനായി, നിസ്സഹായനായി. അപ്പോഴാണ് സെലൻസ്കിക്ക് മോദിയുടെ പ്രാധാന്യം മനസ്സിലാകുന്നത്. കാരണം ഇക്വി ഡിസ്റ്റൻസ് നിൽക്കുകയാണ് നമ്മൾ. അമേരിക്കയുമായിട്ടും ഒരേ അകലം ഒരേ അടുപ്പം, റഷ്യയുമായിട്ട് ഒരേ അകലം ഒരേ അടുപ്പം.
ഉക്രൈനുമായിട്ട് ഒരേ അകലം ഒരേ അടുപ്പം, ഇസ്രായേലുമായിട്ട് ഒരേ അകലം ഒരേ അടുപ്പം, പാലസ്തീനുമായിട്ട് ഒരേ അകലം ഒരേ അടുപ്പം. ഞാണിന്മേൽ കളിയാണ്, പക്ഷേ ആ കളി മോദി ഭംഗിയായിട്ട് കളിക്കുന്നുണ്ട്. എവിടെ നോക്കിക്കഴിഞ്ഞാലും മോദിക്ക് ഫ്രണ്ട്സേ ഉള്ളൂ, ശത്രുക്കളാരുമില്ല. പാകിസ്ഥാനെ കൂട്ടാനുമില്ല. പാകിസ്ഥാൻ ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യാറില്ല, അയാൾ എന്തെങ്കിലും ചെയ്തോട്ടെ. ഈ വയസ്സായ തെരുവ് റൗഡിയില്ലേ, വരുന്നവരും പോകുന്നവരൊക്കെ തല്ല് വാങ്ങി ഇടയ്ക്ക് ഇച്ചിരി കള്ളു കുടിച്ചിട്ട് ധൈര്യമുള്ള മാടാന്നൊക്കെ പറയുക, അതിനിടയ്ക്ക് ചുമയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ് പാകിസ്ഥാൻ്റെ. ഒന്നിനും പറ്റാത്തൊരു, പണ്ട് വലിയ റൗഡിയായിരുന്നു, ഇപ്പോൾ ക്ഷീണിച്ചു. ഇതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. പാകിസ്ഥാനെ നമുക്ക് വിടാം. അപ്പോൾ ഈ അവസ്ഥയിൽ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു നേതാവെന്ന് പറഞ്ഞാൽ മോദിയേ ഉള്ളൂ. അല്ല, സെലൻസ്കിയുടെ വിശാല ഹൃദയമൊന്നും അല്ല, അത് നിവൃത്തികേടാണ്. അതുകൊണ്ട് മോദിയോട് ചേട്ടാ എന്നെ രക്ഷിക്കണം. കാരണം ചേട്ടനൊന്ന് പുടിനോട് സംസാരിച്ചിട്ട്, ചേട്ടനെങ്കിലും ഈ യുദ്ധത്തിൽ താല്പര്യമുള്ളൊരു മനുഷ്യനുണ്ടാകും. കാരണം പത്രക്കാർ ഉപേക്ഷിച്ചു, ടി വിക്കാർ ഉപേക്ഷിച്ചു, സകല രാജ്യങ്ങളും ഉപേക്ഷിച്ചു. ഇപ്പം ഞാനും പുടിനും തമ്മിലുള്ള ഒരു മലയുദ്ധമായിട്ട് തീർന്നിരിക്കുന്നത്. ഇതെവിടെ അവസാനിപ്പിക്കണം? ആർക്കും കേടില്ലാതെ ഈ മുഖം രക്ഷിക്കണമല്ലോ. ഒരു യുദ്ധം തോറ്റു എന്ന് വരരുതല്ലോ. അതിനെന്തെങ്കിലും മാർഗം ചേട്ടൻ ചെയ്തു തരണം, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മോദിയും വെച്ചിരിക്കുന്നു. നോക്കും കേട്ടോ. നമ്മൾ പുടിനോടും പറയും ആദ്യമേ പറഞ്ഞു. മോദി ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ സ്ഥലം റഷ്യ പിടിച്ചെടുത്തു, ആ സ്ഥലം മുഴുവൻ തിരിച്ചു തന്നുകൊണ്ടൊരു ഒത്തുതീർപ്പൊന്നും പ്രതീക്ഷിക്കേണ്ട. കംപ്ലീറ്റ് സ്ഥലം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, പഴയ അതിർത്തിയിലേക്ക് റഷ്യ മാറും, ഇത് പ്രതീക്ഷിക്കരുത്. സെലൻസ്കി പറഞ്ഞു വേണ്ട. അത്ഭുതമാണ്. മുഴുവൻ അതിൻ്റെ പിടിച്ചെടുത്ത് കുറച്ചൊക്കെ അവരെടുത്തോട്ടെ, ഞാൻ എനിക്ക് ഇത്രയും മതി എന്നൊക്കെ പറഞ്ഞിട്ട് സെലൻസ്കി ആകെ കുഴപ്പത്തിലാണ്. കാരണം നോക്കാനും ചോദിക്കാനും ആരുമില്ല. ലോക ഭൂപടത്തിൽ ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം ആരും കവർ ചെയ്യുന്നില്ല. മറ്റത് എന്തായിരുന്നു? നമ്മളാണെങ്കിലോ സമർത്ഥമായിട്ട് നമ്മുടെ 10,000 വിദ്യാർത്ഥികൾ മറ്റുണ്ടായിരുന്നു. ആ ബഹളത്തിനിടയ്ക്ക് നമ്മുടെ ആൾക്കാരെ നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്കൊരു സ്റ്റേക്കില്ല അവിടെ, എന്ത് മുടിഞ്ഞാലും നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമ്മുടെ ആൾക്കാർ വരണം പോലും അവിടെ ഇല്ല. അപ്പോൾ ഈ അവസ്ഥയിൽ മോദിയെ ആശ്രയിച്ചേ പറ്റുള്ളൂ സെലൻസ്കിക്ക്. അതാണിപ്പോൾ സെലൻസ്കി. ഇപ്പോൾ ഈ കഴിഞ്ഞ 3 മാസത്തെ കാര്യം മാത്രം എടുത്താൽ 3 തവണയാണ് ഈ സെലൻസ്കി മോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ആദ്യ 2 തവണയും കണ്ട സെലൻസ്കി അല്ല 3ാമത്തെ തവണ UN കണ്ടപ്പോൾ മോദിയുടെ അടുത്ത് കാണുന്നത്. കുറച്ചുകൂടെ സ്നേഹവും ഒരു പരിഗണന വേണമെന്നൊക്കെ ഉള്ളൊരു നിലപാടും അങ്ങനെ തോന്നുന്നുണ്ടോ മാഷെ? തീർച്ചയായിട്ടും ഈ കാഴ്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സെലൻസ്കി ദിവസങ്ങൾക്ക് മുമ്പേ അപേക്ഷിച്ചു എന്നാണ് ഇന്ത്യയോട്, മോദിജിയുമായിട്ടൊരു മീറ്റിംഗ് വേണം. അത് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും അദ്ദേഹമാണ് ആവശ്യക്കാരനിപ്പോൾ. അത് ടി ജി പറഞ്ഞാൽ കറക്റ്റാണ്. പക്ഷേ എനിക്കിതിനോട് തോന്നുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ, സമീപകാലത്ത് ഇപ്പോൾ ടി ജി പറയുന്നത് മട്ടിൽ ഇന്ത്യ എടുക്കുന്ന ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് പലപ്പോഴും ഇപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ഇപ്പോൾ നമ്മൾ ചേരിചേരാ നയമെന്നത് ശരിയാണ്. പക്ഷേ റഷ്യയുടെ കേസിലൊക്കെ ചേരിചേരാ നയമെന്ന് പറയുമ്പോഴും നമ്മൾ നേരത്തെ എടുത്തു വന്ന ചേരിചേരാ പ്രസ്ഥാനം വലിയ മൂവ്മെൻറ്റായി നിന്നിരുന്ന കാലത്ത് നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് നമുക്ക് അപകടം വരുമെന്ന് തോന്നുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ റഷ്യയോട് തന്നെ, അന്ന് സോവിയറ്റ് യൂണിയനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളൊരു സമയമാണ്. അതുകൊണ്ടായിരിക്കണം സെലൻസ്കി നേരത്തെ പറഞ്ഞത് നിങ്ങൾ സ്വന്തക്കാരല്ലേ എന്ന് പറഞ്ഞത് പഴയ ഒരു ഇന്ദിരാകാലമൊക്കെ ഓർത്തിട്ടാവും. പക്ഷേ ഇപ്പോൾ എടുക്കുന്ന സ്റ്റാൻഡ്, മോദിജി എടുക്കുന്ന സ്റ്റാൻഡ് പലപ്പോഴും ഡിപ്ലോമാറ്റിക് ആകുമ്പോൾ തന്നെ അത് കുറച്ച് പരിഹാസ്യമാവുന്നുണ്ടോ? ഇപ്പം ഏറ്റവും ചുരുങ്ങിയത് കാഴ്ചക്കാരുടെ മുമ്പിലെങ്കിലും. ഇപ്പോൾ ഇന്നലെ തന്നെ നടന്നൊരു സംഭവം, ഇപ്പോൾ ടി ജി പറഞ്ഞ ഈ പലസ്തീൻ ഇഷ്യൂവിൽ, ഇസ്രായേൽ ഇഷ്യൂവിൽ ഒറ്റ ദിവസം എടുത്തൊരു സ്റ്റാൻഡ്, ഇപ്പോൾ പലസ്തീന് വേണ്ടി, പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് പലസ്തീന് അംഗത്വം നൽകാൻ വേണ്ടി ഒരു UN റെസൊല്യൂഷൻ വരുമ്പോൾ നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്തു. നമ്മൾ ആളുകളോട് പ്രതിനിധികൾ പറഞ്ഞു അതിൽ പോകണ്ട, ആ വോട്ടെടുപ്പിലേ വേണ്ട, നമ്മൾ മാറിയിരുന്നു. എന്നിട്ട് മഹ്മൂദ് അബ്ബാസിനെ കണ്ടപ്പോൾ ചെറുത്ത് പിടിക്കുകയും ആഞ്ഞു പിടിക്കുകയും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, മീൻസ് ആ ഒരു സമാനമായ അതുണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഫലസ്തീൻ എന്ന കോസിൻ്റെ കൂടെ അതിലൊരു ഒരു നിലപാടെടുക്കണമല്ലോ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ഫലസ്തീൻ ഇന്ന് വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു പരിണതി ഒരു പക്ഷേ ഏകപക്ഷീയമായി ഇസ്രായേലിൻ്റെ ഒരു വല്ലാത്ത മുന്നേറ്റം സാധ്യമാകുന്നത്, ഇസ്രായേൽ അവരുടെ ദേശ സുരക്ഷ എന്നത് മറ്റെന്തിനേക്കാളും ബേസിക്കായ ഇഷ്യൂ ആണെന്ന് കഴിഞ്ഞ 78 കൊല്ലത്തെ അനുഭവം വെച്ചിട്ട് ഇസ്രായേലിൻ്റെ കോസ് ന്യായമാണെന്നൊരു തോന്നൽ വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്. അത് ടി ജി പറഞ്ഞതിലും അപ്പുറത്ത് എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ വേൾഡിൽ മാത്രമല്ല, അത് അറബ് വേൾഡിലുണ്ട്. ആ കോസ് ന്യായം ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ 5 രാജ്യങ്ങളാണ് ഇസ്രായേലിന് ചുറ്റുമുള്ള 5 അറബ് രാജ്യങ്ങളാണല്ലോ ഫലസ്തീൻ എന്ന രാഷ്ട്രം ഇല്ലാത്ത ഈ അന്നത്തെയും ഇന്നത്തെയും അവസ്ഥയിൽ, എന്നത്തെയും അവസ്ഥയിൽ ഈ 5 അറബ് രാജ്യങ്ങളാണല്ലോ ഫലസ്തീന് വേണ്ടി സംസാരിച്ചിരുന്നത്.
അവരുടെ ഉള്ളിൽ ഈ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു കോസ്, ഇസ്രായേൽ കോസ് ഉണ്ടല്ലോ. ഇപ്പോൾ അന്താരാഷ്ട്ര കരാർ വരുമ്പോൾ ഇസ്രായേൽ അംഗീകരിക്കുന്നു, അപ്പുറത്ത് പലസ്തീൻ പക്ഷം അംഗീകരിച്ചില്ല. പിന്നീട് ഇപ്പോൾ യാസർ അറഫാത്ത് അംഗീകരിക്കുമ്പോഴും ഹമാസ് പോലുള്ള തീവ്രവാദികൾ ഉണ്ടാകുന്നു, അവർ നിരന്തരമായി എതിർക്കുന്നു. ഫതഹ അംഗീകരിക്കുമ്പോഴും ഹമാസ് എതിർക്കുന്നു. ഇങ്ങനെ നിരന്തരമായിട്ട് പോയി ചാവേറുകളായിട്ട് കയറി വരുന്നു, കയറി വന്നിട്ട് സമാധാനക്കേടുണ്ടാക്കുന്നു. ഒരു പക്ഷേ ഒരു ജനതയെ തന്നെ കൊടുത്ത്, ഒരു തലമുറയെ മുഴുവൻ കുരുതി കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തൊരു രാഷ്ട്രം കൂടിയാണല്ലോ അവർ, ഇസ്രായേൽ എന്ന രാജ്യം. ബിഗ് സീറോയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ശക്തമായ രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ സുരക്ഷയിൽ കോംപ്രമൈസ് ചെയ്യാൻ അവർ തയ്യാറല്ല എന്നത് ന്യായമാണെന്നൊരു തോന്നൽ അറബ് വേൾഡിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നിഷ്ക്രിയത്വം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ആ രാജ്യങ്ങൾക്കൊന്നും വലിയ ക്ഷീണം പറ്റിയിട്ടും സാമ്പത്തികമായിട്ട് അവർ തകർന്നു പോയിട്ടൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യ പക്ഷേ എടുക്കുന്ന സ്റ്റാൻഡ് ആ ഇഷ്യൂലായാലും റഷ്യൻ ഇഷ്യൂലായാലും, TG പറഞ്ഞ ശരിയാണ്. നമ്മളിപ്പോൾ റഷ്യ അവർക്ക് താല്പര്യമുള്ള മർമ്മപ്രധാനമായ അവരുടെ അവർക്ക് നയതന്ത്രപരമായ ഇമ്പോർട്ടൻസ് ഉള്ള പ്രദേശങ്ങൾ മാത്രമല്ല എത്നിക് ഇമ്പോർട്ടൻസും കൂടിയുണ്ട്. റഷ്യയോട് ചേർന്ന വിശ്വാസപരമായ ഒരു ഇഷ്ടം കൂടി, അടുപ്പം കൂടി ഉള്ളതുകൊണ്ടാണ് റഷ്യക്ക് വേണ്ടി പൊരുതാൻ യുക്രൈനകത്ത് തന്നെ യുക്രൈൻ പൗരന്മാർ രംഗത്ത് വന്നത്. അതാണ് ആ യുദ്ധത്തിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറേ കൂടി ക്ലിയർ കട്ടായ ഒരു സ്റ്റാൻഡ് എടുക്കാം ഈ രണ്ട് കാര്യത്തിലും, പലസ്തീനായാലും യുക്രൈനായാലും. നിങ്ങൾ ശരിയല്ല എന്ന് ഈ ഘട്ടത്തിൽ പോലും നമ്മളോട് സഹായം തേടി വരുമ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് അവൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നതിന് പകരം കുറേ കൂടി കൃത്യമായൊരു സ്റ്റാൻഡ്, ഒരു ക്ലിയർ കട്ട് സ്റ്റാൻഡ്. ഇന്ത്യക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഇതിൽ റഷ്യയാണ് ശരി, അല്ലെങ്കിൽ ആ യുദ്ധം ഇപ്പോൾ നടന്നിടത്തോളം വെച്ച് ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടെങ്കിലും സമാധാനം വരുത്തണം, നിങ്ങൾ യുദ്ധം നിർത്തണം. അപ്പോൾ റഷ്യയിലായാലും യുക്രൈനിലായാലും ആ പ്രദേശങ്ങൾ സുരക്ഷിതമായി സമാധാനത്തോടെ നിൽക്കണം, അവർ മനുഷ്യരാണ് എന്നൊരു സ്റ്റാൻഡ് പറയുന്നതിന് പകരം നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി എടുക്കുന്ന സ്റ്റാൻഡ് പലപ്പോഴും പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ ഇത്തരം ഇഷ്യൂസിൽ പരിഹാസ്യമായി, ഇപ്പോൾ ഇന്ത്യയിലെയും രാഷ്ട്രത്തിനകത്തെടുക്കുന്ന പല നിലപാടുകളിലും വളരെ ബോൾഡായും സ്ട്രോങ് ആയും എടുക്കുന്ന നിലപാട് പോലെ അല്ല അദ്ദേഹം പുറത്ത് ഒരു വെറും ടൂറിസ്റ്റായി പോയിട്ട് കാഴ്ചക്കാരൻ, നമ്മൾ വിരുന്നുകാരൻ, ഞാൻ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നൊരു സ്റ്റാൻഡ്. ഞങ്ങൾ മലബാറിൽ ഒരു അമ്മായി നിലപാട് എന്ന് പറയും. അങ്ങനെ നിലപാടെടുക്കുന്നത് മോദിയെപ്പോലെ ഒരു സ്ട്രോങ് ആയ ഭരണാധികാരിക്ക് ഗുണം ചെയ്യില്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. റഷ്യ യുദ്ധം നിർത്തുമോ എന്ന് തീരുമാനത്തിലേക്കൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. റഷ്യ യുദ്ധം നിർത്താനൊന്നും പോകുന്നില്ല. ആകെ സെലൻസ്കി ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഈ യുദ്ധം നിങ്ങൾ വിചാരിക്കുന്നത്രയും നീണ്ടുപോകില്ല, അതിനു മുമ്പ് തന്നെ ലോകരാജ്യങ്ങൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിത് തീർക്കും എന്ന് സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. അത് പുടിനോടുള്ളൊരു അഭ്യർത്ഥനയാണ്. എൻ്റെ പൊന്നേട്ടാ എനിക്ക് മതിയായി, നമുക്ക് നിർത്താം എന്നുള്ള അഭ്യർത്ഥനയാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ, സെലൻസ്കിയുടെ നിസ്സഹായാവസ്ഥ. എന്തായാലും യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ, ലോകത്ത് സമാധാനം പുലരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹിക്കാം ഏറ്റവും ചുരുങ്ങിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.